യെസ്, നമസ്തേ. ഇന്നത്തെ നവരാത്രി 4-ാം ദിവസം ദേവി കുഷ്മാണ്ഡ ആണ് നമ്മൾ ഉപാസിക്കുന്നതും ആരാധിക്കുന്നതും. ആ ദേവിയുടെ എനർജിയാണ് നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതും. സോ ദേവി കുഷ്മാണ്ഡ എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി, ഊർജത്തിൻ്റെയും ഒരു മൂർത്തിഭാവമാണ്. ഈ രണ്ട് ശക്തികളും സൂര്യനായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ആ ദേവിയെ ഉപാസിക്കുന്നത് വഴി, ആരാധിക്കുന്ന വഴി നമുക്ക് കിട്ടുന്നത് ആരോഗ്യം, സമ്പത്ത്, ശക്തി, ഊർജ്ജസ്വലത എന്നിവയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ദുർഗാദേവിയെ സ്മരിച്ച് നമ്മുടെ ഉള്ളിലുള്ള അസുര ഗുണങ്ങളെ, നെഗറ്റീവ് ഊർജ്ജങ്ങളെ എല്ലാം നിഗ്രഹിച്ച് അല്ലേ, നിഗ്രഹിച്ച് അത് ഇല്ലാതാക്കി നമ്മളിപ്പോൾ നമ്മുടെ മനസ്സും ശരീരവും കാം ആൻഡ് ക്വൈറ്റ് ആണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് പുതിയ സൃഷ്ടി, ദേവി കുഷ്മാണ്ഡയെ ആരാധിക്കുന്ന വഴി നമ്മൾ പുതിയ സൃഷ്ടി കണ്ടെത്താൻ കഴിയും. സോ ആ സൃഷ്ടി നമുക്ക് നമ്മുടെ സ്കിൽസ് ആൻഡ് ടാലൻസ് ഉപയോഗിച്ച് പുതിയ സൃഷ്ടി നടത്തി നമുക്ക് ആരോഗ്യം, സമ്പത്തും ശക്തിയും ഊർജ്ജസ്വലതയും എല്ലാം ഉണ്ടാവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ ആണ് കളർ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഫാഷൻ, ആ ഔട്ട്ഫിറ്റ് ഇട്ടാൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസും ശക്തിയും നമുക്ക് ലഭിക്കും. ദെൻ വരുന്നത് നമുക്ക് മ്യൂസിക്. ഓം ദേവി കുഷ്മാണ്ഡൈ നമ എന്നുള്ള മന്ത്രം നമുക്ക് നമുക്ക് അത് ഹെഡ്സെറ്റിൽ വെച്ച് കേട്ട് നമുക്ക് ആ എനർജിയെ ആവാഹിക്കാം. ഓക്കെ, ദെൻ നമുക്ക് വരുന്നത് ജേണലിംഗ് ആണ്. ജേണലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടായപ്പോൾ തൊട്ട് നമുക്ക് ഈശ്വരനായിട്ട് തന്ന ടാലൻസ് ഉണ്ടായിരിക്കാം. ഇൻട്രാ ജനറേഷൻ വഴി നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ കുറേ ടാലൻസ് ഉണ്ടായിരിക്കും അല്ലേ. അത് നമ്മൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് എഴുതാം. ഓക്കെ, നമുക്ക് ആ ടാലൻസ് നമ്മുടെ ഉള്ളിലേക്ക്, നമുക്ക് അറിയാവുന്ന ടാലൻസ് ഉണ്ടാവും, മറ്റുള്ളവർക്ക് അറിയാവുന്ന ടാലൻസ് ഉണ്ടാവും. ഇത് നമുക്ക് രണ്ടുപേർക്കും, നമുക്കും സമൂഹത്തിനും അറിയാത്തൊരു ടാലൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ദെൻ വരുന്ന സ്കിൽസ്. നമ്മൾ ഇത്രയും ജനറേഷൻ വഴി കിട്ടിയ ടാലൻസ് അല്ലാതെ നമുക്ക് സ്കിൽസ്, നമ്മൾ ഇത്രയും നാളത്തെ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടിയ സ്കിൽസ് ഉണ്ടായിരിക്കും. അത് നമ്മൾ എഴുതി വയ്ക്കുക. എന്താണ് എന്തൊക്കെ സ്കിൽസാണ് നമ്മൾ നേടിയെടുത്തിട്ടുള്ളത്, ജീവിതത്തിലും ബിസിനസ്സിലും എന്തൊക്കെ സ്കിൽസാണ് നമ്മൾ നേടിയെടുത്തിട്ടുള്ളതെന്ന് എഴുതി വയ്ക്കാം. ദെൻ നമ്മൾ അത് എങ്ങനെ അത് രണ്ടും എഴുതി വയ്ക്കുന്നത് വഴി നമുക്കൊരു ക്ലാരിറ്റി കിട്ടും മനസ്സിൽ. നമുക്ക് ഇത്രയധികം കഴിവുകളൊക്കെ ഉണ്ടല്ലേ, അപ്പോൾ പ്ലസ് അല്ലേ, നമ്മൾ ഒരുപാട് ഭാഗ്യം ചെയ്തവരാണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഒരു അവയർനെസ് ഉണ്ടായാൽ മാത്രം മതി. നമുക്ക് അത് വെച്ച് നമ്മൾ ആ സ്കിൽസ് ആൻഡ് ടാലൻസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ആരോഗ്യം, സമ്പത്തും ശക്തിയും ഊർജ്ജസ്വലതയും ദെൻ എല്ലാം, പണവും പ്രശസ്തിയും സമാധാനവും സന്തോഷവും എല്ലാം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ആക്ച്വലി നമ്മുടെ ഉള്ളിലും ഞാനും എനിക്ക് ചുറ്റുമുള്ള ലോകം തമ്മിലൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. അതേ സമയം തന്നെ ഞാനും എൻ്റെ ഉള്ളിലെ ഞാനും തമ്മിലൊരു യുദ്ധം നടന്നിരിക്കുന്നുണ്ട്. ഈ കോൺഫ്ലിക്റ്റാണ് നമ്മുടെ ജീവിതത്തെ, അല്ലെങ്കിൽ ലൈഫിനെ, അല്ലെങ്കിൽ ബിസിനസ്സിനെ നമ്മൾ സ്റ്റക്കാക്കുന്നത്. ഈ ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ച് നമുക്ക് എപ്പോൾ നമുക്ക് ബോധ്യം ഉണ്ടാവുന്നോ, അപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രഗിൾസ് എല്ലാം മാറി നമുക്ക് മുന്നോട്ട് പോകാനുള്ള, സ്റ്റക്ക് മാറി നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തിയും എല്ലാം, ഊർജ്ജസ്വലതയും എല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. സോ നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് എഴുതേണ്ടത്, നമ്മുടെ ഈ വരും ദിവസങ്ങളിൽ സരസ്വതി ദേവിയാണ് നമ്മൾ പൂജിക്കുന്നത്. സോ നമ്മുടെ സ്കിൽസ് ആൻഡ് ടാലൻസ് എന്തെല്ലാമാണെന്ന് നമ്മൾ എഴുതി വയ്ക്കുക, എല്ലാം എഴുതി വയ്ക്കുക. ആ സ്കിൽസ് ആൻഡ് ടാലൻസിൻ്റെ എന്തൊക്കെ നമ്മളിൽ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു PDF ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. വരും ദിവസങ്ങളിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അതെല്ലാവരും അത് ചെക്ക് ചെയ്യുക, നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളത് ഓരോരുത്തരും ചെക്ക് ചെയ്യുക. സോ താങ്ക് യു ഓൾ. അപ്പോൾ നമുക്ക് നാളെ കാണാം. താങ്ക് യു.